ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മക്ക. അവിടെ പരുക്കൻ സ്വഭാവക്കാരനും അതിശക്തനുമായ ഒരു യുവാവുണ്ടായിരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മക്കയിലെ ഖുറൈശികൾക്ക് വലിയ കാര്യമായിരുന്നു ഉമറിനെ. അദ്ദേഹം നടന്നാൽ മണ്ണ് വിറയ്ക്കും, സംസാരിച്ചാൽ എതിർക്കാൻ ആരും ധൈര്യപ്പെടില്ല. അങ്ങനെയുള്ള ഉമർ അന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ പുതിയൊരു മതത്തിലേക്ക് വിളിക്കുന്നത് ഉമറിന് സഹിച്ചില്ല. അവസാനം ഒരു ദിവസം ഉമർ തീരുമാനിച്ചു, ഇത് അവസാനിപ്പിക്കാൻ ഒരാളേയുള്ളൂ, അത് ഞാൻ തന്നെയാണ്. കയ്യിൽ മൂർച്ചയുള്ള വാളുമായി നബിയെ വധിക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അള്ളാഹു തീരുമാനിച്ചത് മറ്റൊന്നായിരുന്നു. പോകുന്ന വഴിയിലാണ് തൻ്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ച വിവരം ഉമർ അറിയുന്നത്. ദേഷ്യം കൊണ്ട് വിറച്ച അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പാഞ്ഞു കയറി. അവിടെ വെച്ച് തൻ്റെ സഹോദരി ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലെ ആ വരികൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പതിച്ചു. ആ വരികളുടെ മനോഹാരിതയും സത്യവും ആ കരുത്തനായ മനുഷ്യന്റെ മനസ്സിനെ അലിയിച്ചു കളഞ്ഞു. വാളുമായി കൊലപ്പെടുത്താൻ ഇറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബിയുടെ അരികിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അതോടെ ഇസ്ലാമിന് ഒരു പുതിയ കരുത്ത് ലഭിച്ചു. അതുവരെ ഒളിച്ചിരുന്നും പേടിച്ചും പ്രാർത്ഥിച്ചിരുന്ന മുസ്ലിങ്ങൾ ഉമറിന്റെ തോളിലേറി കഅബയുടെ മുറ്റത്ത് പരസ്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഉമറിന്റെ ജീവിതം അത്ഭുതകരമായ മാറ്റങ്ങളുടേതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയായി അധികാരമേറ്റു. പക്ഷേ അധികാരം അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ലോകം അത്ഭുതപ്പെടാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റോമും പേർഷ്യയും പോലെ അന്ന് ലോകം ഭരിച്ചിരുന്ന വൻ ശക്തികളെ മുട്ടുകുത്തിച്ച ഒരു ചക്രവർത്തി രാത്രിയിൽ ഉറങ്ങാതെ മദീനയുടെ തെരുവുകളിൽ പാവങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഒരിക്കൽ ഒരു വീട്ടിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേട്ട് അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു ഉമ്മ അടുപ്പിൽ പാത്രം വെച്ച് എന്തോ വേവിക്കുന്നുണ്ട്. കുട്ടികൾ വിശന്ന് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ പാത്രത്തിൽ? ആ ഉമ്മ പറഞ്ഞു, അതിൽ കുറച്ച് കല്ലുകളും വെള്ളവുമാണ്. കുട്ടികളെ പറ്റിക്കാൻ ഞാൻ വെറുതെ ഇളക്കുന്നതാണ്. അവർ കരഞ്ഞു ഉറങ്ങിക്കോളും. ഞങ്ങളുടെ ഈ അവസ്ഥ കാണാൻ ആ ഉമറിന് കണ്ണില്ലേ? താൻ അറിയാതെ തൻ്റെ നാട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞ ഖലീഫയുടെ ചങ്ക് പൊട്ടിപ്പോയി. അദ്ദേഹം വേഗം ഭണ്ഡാരപ്പുരയിലേക്ക് ഓടി. ഒരു ചാക്ക് ഗോതമ്പും എണ്ണയും എടുത്ത് സ്വന്തം ചുമലിൽ വെച്ചു. സഹായി അത് വാങ്ങാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, പരലോകത്ത് എൻ്റെ പാപങ്ങൾ ചുമക്കാൻ നീ ഉണ്ടാവില്ലല്ലോ. ആ ഭരണാധികാരി ആ ഉമ്മയുടെ വീട്ടിൽ പോയി സ്വന്തം കൈകൾ കൊണ്ട് ആഹാരമുണ്ടാക്കി ആ കുട്ടികൾക്ക് വിളമ്പിക്കൊടുത്തു. അവർ ചിരിക്കുന്നത് കണ്ട് മടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. വിജയിയായ ചക്രവർത്തി വരുമ്പോൾ ആനപ്പുറത്തോ കുതിരപ്പുറത്തോ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നത് ഒരു ഒട്ടകപ്പുറത്താണ്, കൂടെ ഒരു സഹായി മാത്രം. അവർക്കൊരു നിയമമുണ്ടായിരുന്നു. കുറച്ചു ദൂരം ഖലീഫ ഒട്ടകപ്പുറത്തിരിക്കും, അപ്പോൾ സഹായി ഒട്ടകത്തെ നയിക്കും. അടുത്ത കുറച്ചു ദൂരം സഹായി ഇരിക്കും, ഖലീഫ ഒട്ടകത്തെ നയിക്കും. ജെറുസലേമിന്റെ കവാടം എത്തിയപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കേണ്ടത് സഹായിയുടെ ഊഴമായിരുന്നു. ചക്രവർത്തി ഒട്ടകത്തിന്റെ കയർ പിടിച്ചു നടക്കുന്നു, സഹായി മുകളിലിരിക്കുന്നു. ഇത് കണ്ടു നിന്ന വിദേശ രാജാക്കന്മാരും പുരോഹിതന്മാരും അമ്പരന്നുപോയി. ലാളിത്യം കൊണ്ടും നീതി കൊണ്ടും അദ്ദേഹം ലോകത്തെ കീഴടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിക്കു മുന്നിൽ സ്വന്തം മകനെന്നോ മിത്രമെന്നോ ഉള്ള വേർതിരിവില്ലായിരുന്നു. ഒരിക്കൽ ഈജിപ്തിലെ ഗവർണറുടെ മകൻ ഒരു സാധാരണക്കാരനെ മർദ്ദിച്ചപ്പോൾ അദ്ദേഹം ആ മകനെ വിളിച്ചു വരുത്തി അതുപോലെ ശിക്ഷിച്ചു. ഗവർണറോട് അദ്ദേഹം ചോദിച്ചു, ഉമ്മമാർ സ്വതന്ത്രരായി പ്രസവിച്ച മനുഷ്യരെ എന്നു മുതലാണ് നിങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയത്? അദ്ദേഹം ഭരണത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലീസ് സംവിധാനം, കൃത്യമായ ശമ്പള വ്യവസ്ഥ, കലണ്ടർ, ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. തൻ്റെ സാമ്രാജ്യം വിശാലമായിരിക്കുമ്പോൾ അദ്ദേഹം മണ്ണിൽ പായ വിരിച്ച് കിടന്നുറങ്ങി. കൊട്ടാരങ്ങളോ കാവൽക്കാരോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല.
ഒടുവിൽ ഒരു പ്രഭാത നിസ്കാരത്തിനിടയിൽ ശത്രുവിന്റെ കുത്തേറ്റാണ് അദ്ദേഹം വിടവാങ്ങിയത്. മരണസമയത്തും അദ്ദേഹം ചോദിച്ചത് എന്നെ കുത്തിയത് ഒരു മുസ്ലിമാണോ എന്നാണ്. അല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: എന്റെ കടങ്ങൾ വീട്ടണം, എന്നെ ലളിതമായി അടക്കം ചെയ്യണം. ലോകത്തിന്റെ പകുതിയോളം ഭരിച്ചിട്ടും സ്വന്തമായി ഒരു വീടോ സമ്പാദ്യമോ ഇല്ലാതെയാണ് ആ ചക്രവർത്തി മടങ്ങിയത്. ഇന്ന് നമ്മൾ ഭരണാധികാരികളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഒരു അത്ഭുതമാണ്. കാരണം അധികാരം കയ്യിലുണ്ടായിട്ടും അത് അഹങ്കാരത്തിനല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെ കണ്ണുനീർ ഒപ്പാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒരു ആട് വിശന്നു മരിച്ചാൽ പോലും അതിന് മറുപടി പറയേണ്ടത് ഉമറാണ് എന്ന് വിശ്വസിച്ച ആ നീതിബോധം ഇന്നും ലോകത്തിന് വലിയൊരു പാഠമാണ്. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്രപരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേർ എന്ന നമ്മുടെ പുതിയ സീരീസിലെ 3ാം ഭാഗവുമായി ഉടനെ കാണാം.